Hi all, welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Start with the further questions. ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്കിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് രണ്ട് പാർട്സിലായിട്ട് ഏകദേശം ഒരു 15-16 ക്വസ്റ്റ്യൻസോളം നമ്മൾ കവർ ചെയ്തു. എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പാർട്ട് 1 സിമ്പിളായിരുന്നു, കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിട്ടുള്ളതായിരുന്നു. പാർട്ട് 2 കുറച്ച് ഒരു ട്വിസ്റ്റഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുന്നതാണ് ഈ പാർട്ട് 3. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഇതിന് മുൻപുള്ള പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ടോപ്പിക്ക് നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ നോ പ്രോബ്ലം. അല്ലാത്തവരാണെങ്കിൽ ഫസ്റ്റ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 വിസിറ്റ് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്ത് പഠിച്ചതിന് ശേഷം പാർട്ട് 3ലേക്ക് പോകും. ഓക്കെ, നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ 15th ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൾറെഡി 14 or 15 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്പർ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുവരെ നമ്മൾ ചെയ്തതിൽ നിന്നും ഒരു ടൈപ്പ് ചേഞ്ച് ചെയ്തു. നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ പെടുത്താം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിനെ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയാൻ കാരണം? നോ പ്രോഫിറ്റ് നോ ലോസ് അങ്ങനെ ഒരു ഹെഡിങ് നമ്മളിതിന് കൊടുത്തു, ഒരു ടൈറ്റിൽ കൊടുത്തു അല്ലേ? അതിന് റീസൺ ഉണ്ടായിരിക്കും. എന്തായിരിക്കും ആ റീസൺ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടും. എന്തുകൊണ്ടാണ് നമ്മൾ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് നമ്മളിതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഈസ് രമേശ് ബോട്ട് 2 horses for 1,200 rupees each. He sell one at 10% profit and other with 10% loss. Find the total profit or loss in the transaction. Okay, total profit or loss in the transaction. ഓക്കെ, നമ്മളിതൊന്നും കാണുന്നില്ല, അണ്ടർലൈൻ ഒന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് നമ്മൾ പറയാൻ പോവാണ് എന്താണ് രമേശ് 2 ഹോഴ്സുകൾ ഓരോന്നിനും 1,200 രൂപ വീതം ആയിട്ട് 2 കുതിരകളെ വാങ്ങി. എന്നിട്ട് അദ്ദേഹം ആ 2 കുതിരകളെ വിൽക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം ഒന്നിനെ വിറ്റു. ആദ്യത്തെ ഹോഴ്സിനെ വിറ്റത് 10% പ്രോഫിറ്റിലായിരുന്നു. 1 horse he sells at 10% പ്രോഫിറ്റ്. രണ്ടാമത്തെ ഹോഴ്സിനെ വിറ്റത് 10% എന്തിലായിരുന്നു? ലോസിലായിരുന്നു. ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ ട്രാൻസാക്ഷൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രാൻസാക്ഷൻ ഈസ് ഈക്വൽ ടു 0. ട്രാൻസാക്ഷൻ എമൗണ്ട് എന്നുള്ളത് ഒന്നും ഉണ്ടാവില്ല, പ്രോഫിറ്റോ ലാഭമോ ഒന്നും ഉണ്ടാവില്ല. ഈ ഫൈൻഡ് ദ ടോട്ടൽ ഈ ഒരു ട്രാൻസാക്ഷനിൽ ഈ ഒരു കൊടുക്കൽ വാങ്ങലിൽ ഒരു പ്രോഫിറ്റും ഒരു ലോസും ഉണ്ടാവില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ പറയാം. പക്ഷെ നമുക്കിത് സോൾവ് ചെയ്യണം. പക്ഷെ ഇത് കണ്ടാൽ തന്നെ പറയണം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊരു മോഡലിൽ കുറച്ച് സെൻറ്റൻസുകളും വേർഡ്സിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് പക്ഷേ ആൻസറും ഡിഫറെൻ്റ് ആവും. അപ്പം നമ്മൾ ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വെച്ചാൽ 0 എഴുതുകയും ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. എന്താണ്? രമേശ് 2 കുതിരകളെ ഓരോന്നിനും 1,200 രൂപ വീതമായിട്ട് വാങ്ങി. ഓക്കെ, അപ്പോൾ 1,200 + 1,200 കോഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 2,400. അപ്പോൾ ഇങ്ങനെ പറയാം, ഇതിനെ രമേശ് 2 കുതിരകളെ 2,400 രൂപയ്ക്ക് വാങ്ങി അല്ലേ? അപ്പോൾ അതിൽ നമുക്കൊരു ഒരെണ്ണത്തിന് 1,200 ആവാം, ഒരെണ്ണത്തിന് 1,800 ആവാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ടില്ല. ഓരോ കുതിരയ്ക്കും 1,200 വീതം കൊടുത്തിട്ട് 2 കുതിരകളെ വാങ്ങി. അപ്പോൾ കോഡ് പ്രൈസ് ഈസ് 2,400. കോഡ് പ്രൈസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകതയാണ് കോഡ് പ്രൈസ് ഈസ് ഗിവൺ. അല്ലേ? കോഡ് പ്രൈസ് എത്രയാണ്? 1,200 + 1,200 ഈസ് ഈക്വൽ ടു
2400. ഓക്കെ, ഇനി നമ്മളെ ഇയാളെ കൊടുത്തത് എങ്ങനെയാണ്? രണ്ടും കൂടി ഒരുമിച്ചിട്ട് അങ്ങനെയല്ല കൊടുത്തതിൽ കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. ആദ്യം 1 കൊടുത്തു അല്ലേ. ഹോഴ്സ് 1 ആള് സെൽ ചെയ്തു. ഹോഴ്സ് 1 എത്രയ്ക്കാ? 10% പ്രോഫിറ്റിൽ. അപ്പോൾ ആ ഹോഴ്സ് 1ന്റെ വാല്യൂ എത്രയായിരുന്നു? വില എത്രയായിരുന്നു? കോഡ് പ്രൈസ് എത്രയായിരുന്നു? 1200 ആയിരുന്നു അല്ലേ. അപ്പോൾ 1200 100%. ഇനി എത്ര കൂടി ആൾക്ക് ആ ട്രാൻസാക്ഷനിൽ എത്ര റുപ്പീസ് ആൾക്ക് കൂടുതൽ കിട്ടി? 10% അല്ലേ. അപ്പോൾ ആളുടെ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 110% ആണ് അല്ലേ. 110% വിറ്റത്. അപ്പോൾ 100% ഈസ് ഈക്വൽ ടു 12 ആണെങ്കിൽ 100% ഈസ് ഈക്വൽ ടു എന്താണ്? 1200 ആണെങ്കിൽ 1% ഈസ് ഈക്വൽ ടു നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ചെയ്യാണ് 1200/100 ഈസ് ഈക്വൽ ടു 12 അല്ലേ. അപ്പോൾ 12 എന്ന് പറയുന്നത് 1% 10% ഈസ് ഈക്വൽ ടു 120. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എത്ര രൂപയ്ക്കാണ്? 120 രൂപ കൂടുതൽ കിട്ടി. 110% എന്ന് പറയുന്നത് 1320 രൂപയാണ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമ്മളിവിടെ 1% എന്നുള്ളത് ഇവിടെ ഇരിക്കട്ടെ, ഇവിടെയും യൂസ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഹോഴ്സ് H2 എങ്ങനെയാണ് കൊടുത്തത്? H2 കൊടുത്തത് ആള് 10% നഷ്ടത്തിനാണ് കൊടുത്തത്. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 90% അല്ലേ. 10% ലോസ് എന്ന് പറയുമ്പോൾ ആളെ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 10% നഷ്ടത്തിന് വിറ്റു എന്ന് പറയുമ്പോൾ ആളെ സെല്ലിംഗ് പ്രൈസ് 100%ന്ന് ഒരു 10% കുറയ്ക്കാൻ 90%. അപ്പം 90% എങ്ങനെ കണ്ടുപിടിക്കാം? 90% ഇസ് ഈക്വൽ ടു 90 ഇൻറ്റു 120. അതിന് അങ്ങനെയും പോകണ്ട, ഇങ്ങനെയും പോവാം. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് 100% മൈനസ് 10% ആണ് എന്തെന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് എത്രയാണ്? 100%ൽ നിന്ന് 100% ഇസ് ഈക്വൽ ടു 1200. അതിൽ നിന്ന് 10% എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. 120 മൈനസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, സോൾവ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? എത്ര കിട്ടി? നമ്മൾക്ക് വാല്യൂ എത്ര കിട്ടി? 1200 നിന്ന് 120 കുറച്ചാൽ 1080 കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ഹോഴ്സിൻ്റെ സെല്ലിംഗ് പ്രൈസും കിട്ടി അല്ലേ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാ? H1 സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് ഹോഴ്സസ് H1 പ്ലസ് H2 ഇസ് ഈക്വൽ ടു 1320 പ്ലസ് 1080 ഇസ് ഈക്വൽ ടു ഓക്കെ. കോഡ് പ്രൈസ് എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു അല്ലേ. 1200 പ്ലസ് 1200 2400. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 2400. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ ദ ട്രാൻസാക്ഷൻ. കണ്ടുപിടിക്കണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 2400 മൈനസ് 2400 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എത്രയാണ്? 0. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് 0, 100, 200, 300. ആൻസർ ഈസ് 0. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? ഈ പ്രോബ്ലം നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ പാറ്റേൺ മനസ്സിലാവുകയാണെങ്കിൽ ഇത്രയും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൻ്റെ ആൻസറാണ് ബിഗ് 0. എങ്ങനെയാണ് 0 വന്നത്? നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ശ്രദ്ധിക്കുക. എന്താണ് ഈ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയാൻ കാരണം? പ്രോഫിറ്റും ലോസും ഒരു ട്രാൻസാക്ഷനിൽ വരൂ. അതെങ്ങനെയാണ് വരിക? അപ്പോൾ അറിയാം, 2 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഈ ട്രാൻസാക്ഷനിൽ അല്ലേ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ ബോട്ട് പ്രൈസ് തന്നിട്ടുണ്ട്, വാങ്ങിയ വില തന്നിട്ടുണ്ട്. ഒരു ഹോഴ്സിൻ്റെ വാങ്ങിയ വില 1200. അപ്പോൾ അങ്ങനെ 1200 ഉപയോഗിച്ച് 2 ഹോഴ്സിനെ വാങ്ങി. ഇനി അത് വിൽക്കാൻ പോവാണ്. വിറ്റ വില കാണണം അല്ലേ. വിൽക്കാൻ പോവുക. ആദ്യത്തെ ഹോഴ്സിനെയാണ് വിറ്റത്, അതൊന്ന് 10% ലാഭത്തിന് കൊടുത്തു. അപ്പം നമുക്ക് ഒരു വാല്യൂ കിട്ടി. രണ്ടാമത്തെ ഹോഴ്സിനെ കൊടുത്തത് 10% നഷ്ടത്തിനാണ്. അപ്പോൾ രണ്ടാമത്തെ ഹോഴ്സിൻ്റെ വിറ്റ വിലയും കിട്ടി. ഓക്കെ, അപ്പം നമ്മളത് രണ്ടും സമ്മ ചെയ്യുമ്പോൾ നമ്മളെ ഹോഴ്സിന് വിറ്റ വിലയുടെ സമ്മ കിട്ടും അല്ലേ. 2400 ആയിരുന്നു വാങ്ങിയ വില. വിറ്റ വില H1 പ്ലസ് H2 നോക്കുമ്പോൾ അയാൾക്ക് എത്ര കിട്ടി?
സെയിം 2400 കിട്ടി. അപ്പോൾ ആ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ലോസോ പ്രോഫിറ്റോ ഉണ്ടോ? അയാൾക്ക് ഗുണവുമില്ല ദോഷവുമില്ല. സോ ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് ദ ട്രാൻസാക്ഷൻ എമൗണ്ട് ഈസ് 0. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഒരിക്കലും ചെയ്തു നോക്കാൻ നിൽക്കണ്ട. ആൻസർ ഈസ് 0. എങ്ങനെ വന്നാൽ എന്നുള്ളതാണ് അറിയേണ്ടത്. ബോട്ട് പ്രൈസ് ബോട്ട് പ്രൈസ് എന്ന് പറയില്ല, വാങ്ങിയ വില തന്നു, കോഡ് പ്രൈസ് തന്നു, കോഡ് പ്രൈസ് ഈസ് ഗിവൺ. സെല്ലിംഗ് പ്രൈസിൻ്റെ 2 ട്രാൻസാക്ഷൻ ഉണ്ട്. കോഡ് പ്രൈസ് ഓഫ് 2 തിങ്സ്, 2 സാധനങ്ങളുടെ കോഡ് പ്രൈസ് ഈസ് ഗിവൺ. സെല്ലിംഗ് പെർസെൻറ്റേജ് ഓഫ് 1 ആൻഡ് സെല്ലിംഗ് പെർസെൻറ്റേജ് ഓഫ് 2 തന്നു. അത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ ആൻസർ വിൽ ബി 0. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 2 സാധനങ്ങളുടെ വാങ്ങിയ വില തന്നു, എന്നിട്ട് അതിൻ്റെ വിൽക്കാൻ പോവാണ്. ഒന്നിനെ വിറ്റത് 10% പ്രോഫിറ്റിനും രണ്ടാമത്തേതിന് വിറ്റത് 10% ലോസിനുമാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ 0 ആയിരിക്കും. അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ ഒരു സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. ക്ലിയർലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോഡ് പ്രൈസ് ഈസ് ഗിവൺ. ഓക്കെ, എത്ര എണ്ണത്തിൻ്റെ? 2 തിങ്സ്. ഇനി അതിനെ സെല്ല് ചെയ്യാൻ പോവാണ്. ഒന്നിനെ സെല്ല് ചെയ്യുന്നത് 10% പ്ലസ് 10%ലും സെക്കൻഡ് വണ്ണിനെ സെൻഡ് ചെയ്യുന്നത് -10% ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഒരു 0 ആയിരിക്കും. വാല്യൂ 0. തെറ്റില്ലല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. സെയിം ക്വസ്റ്റ്യനല്ല, 2 ഹോഴ്സിനെ വാങ്ങി ഈച്ച്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈച്ച് എന്നുള്ള ഈ വേർഡ് ബോട്ട് എന്നുള്ള വേർഡും ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ഈച്ചിൻ്റെ പ്രത്യേകത? ഓരോന്നിനും 1200 രൂപ വീതം ആണ്. ഈച്ചില്ലെങ്കിൽ എന്താ? രമേഴ്സ് ബോട്ട് 2 ഹൗസസ് ഫോർ 1200, 1200 രൂപയ്ക്ക് ഒന്ന് പറയുള്ളൂ. ഓക്കെ, ഇവിടെ ഈച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ 1200 പ്ലസ് 1200 ആയി കോഡ് പ്രൈസ്. അപ്പോൾ ഈച്ച് എന്നുള്ള വേർഡ് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ എന്താണ് പ്രത്യേകത ഒന്ന് പറയൂ. രമേശ് ബോട്ട് 2 ഹൗസസ് ഫോർ 1200 ഈച്ച്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോന്നിനും 1200 രൂപ വെച്ച് 2 കുതിരകൾ മേടിച്ചു. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് വേർഡ്സിൻ്റെ മാത്രം ചേഞ്ച് ഉള്ള കുറച്ച് നമ്പറുകളിലും ശ്രദ്ധിക്കുകയാണ് കേട്ടോ. എല്ലാം സെയിം ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഫസ്റ്റ് സെൻറ്റൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ പോലെ തന്നെയായിരുന്നു. ഇനി അദ്ദേഹം വിറ്റു ആദ്യത്തെ ഹോഴ്സിനെ 10% പ്രോഫിറ്റിനും സെക്കൻഡ് ഹോഴ്സിനെ 5% ലോസിനും. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കോഡ് പ്രൈസ് ഈസ് ഗിവൺ. ഓക്കെ, ഈച്ച് എന്നുള്ള വേർഡ് ഉണ്ട്, പ്ലസ് സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ്, ഒന്നിൻ്റെ പെർസെൻറ്റേജ് കൂടുതലും 10%, സെക്കൻഡ് അതായത് ദ പെർസെൻറ്റേജസ് ആർ ഡിഫറെൻറ്റ്, 2 ഡിഫറെൻറ്റ് പെർസെൻറ്റേജസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജും ആണെങ്കിൽ, അല്ല ട്രാൻസാക്ഷൻ്റെ ആദ്യത്തേതിനെ വിറ്റത് വേറൊരു പെർസെൻറ്റേജിലും, രണ്ടാമത്തേനെ X%, രണ്ടാമത്തേത് Y%, 2 ഡിഫറെൻറ്റ് പെർസെൻറ്റേജസിലാണ് വിറ്റിരിക്കുന്നതെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് 0. ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൾവേസ് എ പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കണം. 0 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടാൽ 0 ഉണ്ടെങ്കിൽ 0 എഴുതി വെച്ചാൽ നമ്മളെ തെറ്റിക്കാനായിട്ട് അവർ ഓപ്ഷനിൽ 0 ഇട്ടിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ട്രാൻസാക്ഷനും 10 അല്ല, ഒന്ന് 10 ഒന്ന് 5 ആണ്. എങ്കിൽ ഈ ട്രാൻസാക്ഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാണ്ട് ഇരിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. 10% ലോസ്, 10% പ്രോഫിറ്റ്, ദർ ഈസ് നോ പ്രോഫിറ്റ് ഇൻ ദ ട്രാൻസാക്ഷൻ ഓർ 0, നൺ ഓഫ് ദി എബോവ്. ഈ ഒരു 4 ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇതിലെഴുതും? 10% ലോസ് അല്ല, നോ ട്രാൻസാക്ഷൻ, നൺ ഓഫ് ദീസും അല്ല, ഏതായിരിക്കും പ്രോഫിറ്റ് എന്ന്? എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ചെയ്താൻ കാരണം? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതാണ് ഓപ്ഷൻ തന്നെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുകയാണ്. എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു കോഡ് പ്രൈസ്, ഒരു വാങ്ങിയ വില തന്നിട്ടുള്ള ഒരു പ്രോബ്ലം
ആ ട്രാൻസാക്ഷനിൽ 2 സാധനങ്ങളാണ് വാങ്ങിയത്. അതിൽ ഒന്നിന് വിറ്റത് ഒരു 10%, രണ്ടാമത്തെ സാധനം വിറ്റിരിക്കുന്നത് ഒരു 5%. അപ്പോൾ സെല്ലിംഗ് പെർസെൻറ്റേജസ് ആർ ഡിഫറെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ദ ആൻസർ ഷുഡ് ബി ഓൾവേസ് പ്രോഫിറ്റ്, അല്ലേ? ഓൾവേസ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 10% പ്രോഫിറ്റ് ഈസ് ദ ആൻസർ. ക്ലിയർ? 10% പ്രോഫിറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമുക്കിത് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വാല്യൂസ് ആണ് തന്നിരിക്കുന്നെങ്കിൽ നമുക്കത് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോവാണ്. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ കോഡ് പ്രൈസ് എഴുതി വെച്ചു. അത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതിക്കുക. കോഡ് പ്രൈസ് ഓഫ് 2 horses is equal to 2 ഹോഴ്സിൻ്റെ കോഡ് പ്രൈസ് is equal to 2400 റുപ്പീസ് എഴുതി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഹോഴ്സ് 1ൻ്റെ കാര്യമാണ്, ഇവിടെ ഹോഴ്സ് 2ൻ്റെ കാര്യമാണ്. ഓക്കെ, നടുവിൽ നമുക്കൊരു 1% കണ്ടുപിടിക്കാം. ഹോഴ്സ് 1 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജിലാണ് വിറ്റത്? 10% പ്രോഫിറ്റാണ്, അല്ലേ? അപ്പോൾ 10% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 110%-ത്തിനാണ് വിറ്റിരിക്കുന്നത്. ഹോഴ്സ് 2നെ എത്ര പെർസെൻറ്റേജിലാണ് വിറ്റിരിക്കുന്നത്? 5% കുറവിലാണ് വിറ്റിരിക്കുന്നത്, അല്ലേ? അപ്പോൾ 95% ക്ലിയർ? 95% 5% നഷ്ടത്തിന്. അപ്പോൾ 95%-ലാണ് വിട്ടിരിക്കുന്നത്. 90% എന്ന് പറയുന്നത് എന്താണ്? 90% എന്ന് പറയുന്നത് എന്താണ്? കോഡ് പ്രൈസ് ആണ്. ഓക്കെ, 2400. അപ്പോൾ 2400 അല്ല, ഇവിടെ ഇൻഡിവിജ്വലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോഡ് പ്രൈസ് 1200 ഇതിൻ്റെ കോഡ് പ്രൈസ് 1200 ആണ്. 2400 നമ്മൾ എടുക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറയാൻ പോവാണ് 100% is equal to, ഇവിടെ നമ്മൾ 1% കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. 1% കണ്ടുപിടിക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. 1% ഇവിടെ എഴുതാൻ പോവാണ്. 1% 100% is equal to 1200, അല്ലേ? രണ്ടിൻ്റെയും 100% എത്രയാ? 1200 ആണ്. എങ്കിൽ 1% is equal to 1200 by 100 is equal to 12. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ. ഓക്കെ, എങ്കിൽ 10% എത്രയായിരിക്കും? 10% is equal to 120. Hence here 1% is equal to 100 plus 120, അല്ലേ? 100 plus 10 അല്ലേ? അപ്പോൾ 100 എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. 1200 പ്ലസ് 120 1320 ഇവിടുത്തെ ഫസ്റ്റ് ഹോഴ്സിൻ്റെ കോഡ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ്. ഇനി സെല്ലിംഗ് പ്രൈസ് ആണ് കേട്ടോ. സെല്ലിംഗ് പ്രൈസ്, ഇത് കോഡ് പ്രൈസ്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് സെല്ലിംഗ് പ്രൈസ്. ഇനി സെക്കൻഡ് ഹോഴ്സിൻ്റെ കാര്യമാണ്. സെക്കൻഡ് ഹോഴ്സ് 95%-നാണ്, അല്ലേ? അപ്പോൾ 100%-ൽ നിന്ന് 5% കുറച്ചാൽ 95% അല്ലേ? 100% എന്ന് പറയുന്നത് 1200 അതിൽ നിന്ന് 5%. 10% എന്ന് പറയുന്നത് 120 ആണെങ്കിൽ 5% is equal to 60 ആയിരിക്കും. അപ്പോൾ 1200 മൈനസ് 60 is equal to 1140. ക്ലിയർ? ഇനി ഇവിടെ എങ്ങനെ ചെയ്യാം കേട്ടോ? 110%, അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 1% 12 കണ്ടു. അപ്പോൾ 12 ആണല്ലേ? അപ്പോൾ 110 × 12 is equal to 1320 കിട്ടും. ഇവിടെ എന്താണ്? 95% × 1% എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 12 ആണ്. അപ്പോൾ നമുക്ക് 1140 കിട്ടും. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ടേ? സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു 10% കണ്ടുപിടിച്ചു. 120 ആണെന്ന്, അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്? 120 1% 12 കണ്ടുപിടിച്ചു, അല്ലേ? ഇനി 112 × 12 ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ക്ലിയർ? 110 × 12 ചെയ്യാൻ നിൽക്കണ്ട. മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്ന് സമയം കളയണ്ട. നമ്മളിപ്പോൾ ഞാൻ പറയാൻ സമയം എടുക്കുന്നുള്ളൂ. എന്താണ്? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, 1200 ആണ് 100എങ്കിൽ 1% 12 ആണെങ്കിൽ 10 കൂടിയേ കൂട്ടേണ്ടോ. 10 is equal to 120. 0 ആണ്, അല്ലേ? 0 ഉള്ളതിൻ്റെ അഡീഷൻ സുഖമാണ്. 1200 പ്ലസ് 120 എന്ന് പറയുമ്പോൾ 1320. അത് നമുക്കിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും. ഓക്കെ, അതായത് 12 × 110. ഇവിടെ 12 ×
95 ഇത് കിട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കേട്ടോ. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടി? സെല്ലിംഗ് പ്രൈസസ് ഓഫ് 2 ഹോഴ്സസ് കിട്ടി. സെല്ലിംഗ് പ്രൈസസ് ഓഫ് H1 ഈസ് ഈക്വൽ ടു 1320. സെല്ലിംഗ് പ്രൈസസ് ഓഫ് H2 ഈസ് ഈക്വൽ ടു 1140. ഓക്കെ, ഈസ് ഈക്വൽ ടു 2460. നമ്മൾ എന്താ പറഞ്ഞത്? 2 ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ, അതിൽ പ്രോഫിറ്റ് കൂടുതലും ലോസ് കുറവാണെങ്കിൽ 10ഉം 5ഉം ആയാൽ ആ ട്രാൻസാക്ഷൻ ഈസ് ഓൾവേസ് എ പ്രോഫിറ്റ് അല്ലേ? എന്താണ്? ലാഭമുള്ളതാണ്. ആ ട്രാൻസാക്ഷൻ കൊണ്ട് എന്തെങ്കിലും ലാഭം നമുക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ലാഭം നോക്കാൻ എങ്ങനെയാണ് പ്രോഫിറ്റ് നോക്കുക? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP ആണ്. SP എത്രയാണ്? 2460 മൈനസ് 2400 അല്ല, ഈസ് ഈക്വൽ ടു 60 ആണ് പ്രോഫിറ്റ്. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ലോസ് ഓർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണണം. ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കാണപ്പെടും? ലോസ് അല്ലാന്ന് ഓൾറെഡി നമുക്കറിയാം അല്ലേ? ലോസ് അല്ലല്ലോ, 2 ഡിഫറെൻറ്റ് വന്നാൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എത്രയാണ്? കോഡ് പ്രൈസ് എത്രയാ? ഇത് നമ്മൾ രണ്ടും കൂടിയിട്ടുള്ളതിൻ്റെയാണ് ഈ അവസാനം എടുത്തേക്കുന്നത്. ഓരോന്ന് കണ്ടുപിടിച്ചപ്പോൾ 1200 എടുത്തു. ഇപ്പോൾ അവസാനം നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അല്ലേ? 2 എണ്ണത്തിൻ്റെയും കൂട്ടിയിട്ടുള്ള കോഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൂട്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഇവിടെ എന്ത് എഴുതി വയ്ക്കാൻ ചാൻസ് ഉണ്ട്? നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് തെറ്റിക്കുന്നതാവും. ഐദർ നമ്മൾ മുകളിൽ നമ്മൾ കോഡ് പ്രൈസ് എടുത്തപ്പോൾ ചിലപ്പോൾ 2400 എടുക്കും, ഇവിടെ ചിലപ്പോൾ നമ്മൾ 1200. അങ്ങനെ എടുക്കരുത്. ഇൻഡിവിജ്വലായിട്ടുള്ള ഹോഴ്സസിൻ്റെ കാണുമ്പോൾ 1200 എടുക്കുക. എല്ലാം കഴിഞ്ഞ് ടോട്ടൽ ട്രാൻസാക്ഷൻ കാണുമ്പോൾ നമ്മൾ കോഡ് പ്രൈസ് ആയിട്ട് എടുക്കേണ്ടത് 2400 ആണ്. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ഇത് 2400 അല്ലേ? 60 ബൈ 40. 24 4, 10 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 2.220 4 5. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 2.5%. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഡിഫറെൻറ്റ് പെർസെൻറ്റേജസ് തന്നാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ഇരിക്കരുത്. ഇത് കാണണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് ഓപ്ഷനിൽ ഇങ്ങനെ വരാം. എങ്ങനെയാണ്? പ്ലസ് അല്ല 2.5% ലോസ്, 2.5% പ്രോഫിറ്റ്. ദർ ഈസ് നോ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് നൺ ഓഫ് ദി എബോവ് എന്ന് വന്നാലും നമുക്കിത് ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓൾവേസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാം. പക്ഷെ അതിന് ആ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. 2 ഓപ്പോസിറ്റ് പെർസെൻറ്റേജുകളാണെങ്കിൽ അത് ഓൾവേസ് പ്രോഫിറ്റ് ആയിരിക്കും. ആ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള പ്രോഫിറ്റ് ആയിരിക്കും. പ്ലസ് ഉള്ളതാണ് കറക്റ്റ് ആൻസർ. ഇത് മൈനസ് ആയിരിക്കും കേട്ടോ. ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. 2.5% പ്രോഫിറ്റ് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ലോസ് ആയിരിക്കില്ല. നോ ട്രാൻസാക്ഷനും നൺ ഓഫ് ദി എബോവും ആയിരിക്കില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ഇങ്ങനെയാണുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുക. തന്നെ അതിൽ പ്രോഫിറ്റുള്ള പെർസെൻറ്റേജ് എടുക്കുക. എല്ലാം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ആണെങ്കിൽ കേട്ടോ. ഇതും 25 ഇത് 25 തരാണെങ്കിൽ, രണ്ടും ഡിഫറെൻറ്റാണ് തരാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ഇത് ചെയ്ത് നോക്കാണ്ട് ആൻസർ കിട്ടില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2 കേസസും ക്ലിയർ ആയി അല്ലേ? ഇനി നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ, ഇതേ ടൈപ്പിലുള്ള ഒരു മൂന്നാമതൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ചെയ്യാം അല്ലേ? രമേഷ്, ഇവിടെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈച്ച് എന്ന് പറയുന്ന സെൻറ്റൻസിലെ ബാക്കിയൊക്കെ സിമിലർ ആണ് കേട്ടോ. രമേഷ് 2 കുതിരകളെ വാങ്ങി എന്നുള്ളൂ. ഓരോന്നിനും 1200 രൂപ എന്ന് വെച്ചിട്ടില്ല. രമേഷ് 2 കുതിരകളെ വാങ്ങിയതിൻ്റെ H1 + H2ൻ്റെ കോഡ് പ്രൈസ് ആണ് 1200. ഓക്കെ, അപ്പോൾ 2 കുതിരകൾ വാങ്ങിയത് 1200-നാണെങ്കിൽ ഒരെണ്ണത്തിന് 500-ഉം ഒരെണ്ണത്തിന് 700-ഉം ചെയ്യില്ലല്ലോ. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഹോഴ്സ് 1ൻ്റെ റേറ്റ് എത്രയായിരിക്കും? 600. ഹോഴ്സ് 2ൻ്റെ റേറ്റ് എത്രയായിരിക്കും? 600. ഓക്കെ, അപ്പോൾ 1200 ഇവിടെ ഈച്ചെന്ന് ഇല്ല. ഈ വേർഡ് ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈച്ച് വേർഡ് ഇല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഹി സെൽ 1 at. ഇനി ഹോഴ്സ് 1നെ കുറിച്ച് പോവാണ്.
1 at profit of 10%. ഒന്നിനെ ഇട്ടത് 110%നും അതർ അറ്റ് എ ലോസ് ഓഫ് ഹോഴ്സ് 2നെ സെല്ലിംഗ് പ്രൈസ് ആണ്. ഹോഴ്സ് 2ൻ്റെ സെല്ലിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 90%ലാണ് വിറ്റത്. ഓക്കെ, എങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് എത്ര? ലോസ് ആണോ പ്രോഫിറ്റ് ആയിരിക്കുമോ? ഓഫ് കോഴ്സ് ലോസ് ആയിരിക്കുമോ പ്രോഫിറ്റ് ആയിരിക്കുമോ? എങ്ങനെയായിരിക്കും? ലോസ് ആയിരിക്കുമോ പ്രോഫിറ്റ് ആയിരിക്കുമോ? പറയൂ. രണ്ടും ഓഫ് കോഴ്സ് ദർ ഈസ് നോട്ട് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ? ഇത് 10ഉം ഇത് 10ഉം ആണ്. രണ്ടും ഈക്വൽ വന്നാൽ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ ലോസ് എന്നാണ്. ഫൈൻഡ് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ ലോസ്, സോ ദർ ഈസ് നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജ് 0 ആയിരിക്കും അല്ലേ? അപ്പം നമുക്കിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ഈച്ചെന്നില്ലെങ്കിലും നമുക്കിത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇത് 2 കുതിരകളെ വാങ്ങിയ വിലയാണ് തന്നിരിക്കുന്നത്. അതിലൊരു പെർസെൻറ്റേജ് ഇനി വിൽക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ പെർസെൻറ്റേജ് 10ഉം അടുത്തതിൻ്റെ പെർസെൻറ്റേജ് 10ഉം ആയാൽ ആ ട്രാൻസാക്ഷൻ 0 ആണ്. വാങ്ങുമ്പോൾ കേട്ടോ, വാങ്ങിയ വില തന്നിരിക്കുമ്പോൾ, വാങ്ങിയ വിലയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അത് വാങ്ങിയ സാധനം പിന്നീട് വിൽക്കുമ്പോൾ ട്രാൻസാക്ഷൻ 1 സെല്ലിംഗ് ട്രാൻസാക്ഷൻ പെർസെൻറ്റേജ് 10ഉം രണ്ടാമത്തേതിൻ്റെ 10ഉം ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ 0 ആയിരിക്കും. ഓക്കെ, ഈ കണ്ടീഷൻ അറിയാലോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ കോഡ് പ്രൈസ് ഓഫ് ഇത് എത്രയാ? ഹോഴ്സ് 1 600. കോഡ് പ്രൈസ് ഓഫ് ഹോഴ്സ് 2 is equal to 600 ആണ് അല്ലേ? അപ്പോൾ 10% is equal to, അതിവിടെ എഴുതാം, 10% is equal to 600 ആണെങ്കിൽ 10% is equal to 600 ആണെങ്കിൽ ഓക്കെ 1% is equal to 6 ആയിരിക്കും. അപ്പോൾ 10% is equal to എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ 100% പ്ലസ് 10% നമ്മുടെ എന്ത് എന്ന് പറയുന്നത് 110% എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 10% 600 പ്ലസ് 60 is equal to 660. ഓക്കെ, ഇനി ഇവിടെ 90% എന്ന് പറയുന്നത് 100% മൈനസ് 10 ആണ്. അപ്പോൾ 10% ആണ്. അപ്പോൾ 600 മൈനസ് എത്രയാണ്? 10% 60 ആണ് അല്ലേ? 60 is equal to 540 ആണ്. ഓഫ് കോഴ്സ് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസും കിട്ടി, ഫസ്റ്റ് വണ്ണിൻ്റെയും സെക്കൻഡ് വണ്ണിൻ്റെയും കിട്ടിയല്ലോ. അപ്പം നമ്മളുടെ എത്രയാണ്? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് is equal to 660 പ്ലസ് 540 is equal to 1200 അല്ലേ? അപ്പോൾ ഹിയർ CP ആൻഡ് SP is equal selling price and quote price are equal, so no profit or loss in the transaction. That is, transaction amount is loss of profit, transaction amount is 0. ഇനി ഇതിലൊരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് 2 സാധനങ്ങൾ വാങ്ങിയ വില തന്നിരിക്കുന്നു. ഓക്കെ, പിന്നെ അത് നമ്മൾ നോക്കുക. പിന്നെ അത് വിൽക്കുമ്പോൾ ആദ്യത്തെ സാധനം വിറ്റിരിക്കുന്നത് 10% ലോസിലും, എത്രയോ പെർസെൻറ്റേജ് 10 or X% ലോസിലും, രണ്ടാമത്തേത് വിറ്റിരിക്കുന്നത് എത്രയോ അതേ സെയിം പെർസെൻറ്റേജ് X% നഷ്ടത്തിലാണെങ്കിൽ, രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ 0 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ക്ലിയർ. ഇനി നമ്മൾ പ്രീവിയസ് ഒന്ന് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? എല്ലാതും ക്ലിയർ ആയില്ലേ? അതായത് ഒന്ന് പറഞ്ഞു, ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് സാധനങ്ങൾ വാങ്ങി, 2 സാധനങ്ങൾ വാങ്ങി ഒരു പ്രത്യേക എമൗണ്ടിൽ. ഇനി അത് വിൽക്കാൻ പോവാണ്. ആദ്യത്തേത് വിറ്റത് 10% ലാഭത്തിലും, രണ്ടാമത്തേത് വിറ്റത് 5%. ഒന്ന് X%, 2 Y%, രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഓൾവേസ് എ പ്രോഫിറ്റ് ട്രാൻസാക്ഷൻ അതല്ലേ? അതായത് അതൊരു പ്രോഫിറ്റ് ആയിരിക്കും, ഒരിക്കലും അത് ലോസ് ആയിരിക്കില്ല. അതും നമ്മൾ ചെയ്തു. ഈ 2 കണ്ടീഷൻസ് 3 ക്വസ്റ്റ്യൻസ് ചെയ്തു. അല്ല, രണ്ടും ഏകദേശം സെയിം ആയിരുന്നു അല്ലേ? ഈച്ച് എന്നുള്ള വേർഡ് ഉണ്ട്, ഈച്ച് എന്നുള്ള വേർഡ് ഇല്ല എന്നുള്ളതായിരുന്നു. ട്രാൻസാക്ഷൻ റേറ്റുകൾ രണ്ടും സിമിലർ ആയിരുന്നു.
അപ്പോൾ ട്രാൻസാക്ഷൻ ദർ ഇസ് നോ ട്രാൻസാക്ഷൻ ആയിരുന്നു. പിന്നെ സെല്ലിംഗ് പ്രൈസിൻ്റെ ട്രാൻസാക്ഷൻസിൽ ഒന്നിൻ്റെ ട്രാൻസാക്ഷൻ കൂടുതലും മറ്റേതിൻ്റെ കുറവായിരുന്നു. രണ്ട് ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ ഈസ് ഓൾവേസ് ഒരു പോസിറ്റീവ്, അതായത് പ്രോഫിറ്റ് കിട്ടുന്ന ട്രാൻസാക്ഷനാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ ആയി അല്ലേ? ഇനി നമ്മൾ പറഞ്ഞത് അപ്പോൾ നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ് എന്നുള്ളൊരു ടേമിൻ്റെ അണ്ടറിലാണ് നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്ത്. അതിലൊരു ഡിഫറെൻ്റ് ഒരു കണ്ടീഷനും കൂടി വന്നു. 2 ഡിഫറെൻറ്റ് പെർസെൻറ്റേജുകൾ വരുമ്പോൾ അത് പ്രോഫിറ്റ് ആയിരിക്കും എന്ന് വെച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ഒരു പ്രോഫിറ്റും ഇല്ല, പ്രോഫിറ്റ് മാത്രമുള്ള ഒരു ട്രാൻസാക്ഷൻ, അത് രണ്ടും നമ്മൾ കണ്ടു. ഇനി ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എപ്പോഴും നഷ്ടേ സംഭവിക്കുന്നുള്ളൂ, ആ ടൈപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്, ആ കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ ആ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം? ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ പ്രീവിയസ് 3 ക്വസ്റ്റ്യൻസ് ചെയ്തത് അല്ലെ, 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? വാങ്ങിയ വില തന്നിരിക്കുന്നു, അതിൽ വാങ്ങിയ 2 സാധനങ്ങളെ അയാൾ വിൽക്കുവാണ്. ആദ്യത്തേതിന് വിറ്റത് ഇത്രയും പെർസെൻറ്റേജിൽ, രണ്ടാമത്തേതിന് വിറ്റതും സെയിം പെർസെൻറ്റേജിലാണെങ്കിൽ അതിൽ ആ ട്രാൻസാക്ഷനിൽ പ്രോഫിറ്റും ലോസും ഇല്ല. ഇനി സെക്കൻഡ് കണ്ടീഷൻ നമ്മളതിൽ ഇതിൽ പറഞ്ഞത് എന്താണെങ്കിൽ, ഒരാൾ സാധനം വാങ്ങിയിട്ട് വിൽക്കാൻ പോവാണ്. ആദ്യത്തേതിന് വിൽക്കുന്നത് 10% ഒരു X പെർസെൻറ്റേജിലാണെങ്കിൽ, രണ്ടാമത്തേതിനെ വിൽക്കുന്നത് വേറൊരു പെർസെൻറ്റേജ് 5 or Y% ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? വാങ്ങിയ കേസസിലാണ് ഈ 2 കണ്ടീഷൻസിനും പറഞ്ഞത്. ഇനി ഓൾവേസ് ലോസ് ആണ് പറയുന്നത്. ഓൾവേസ് ലോസ് സംഭവിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് തരുമ്പോഴാണ്. ഓക്കെ, പ്രീവിയസ് 2 കണ്ടീഷനും എപ്പോഴായിരുന്നു? വാങ്ങിയ വില തന്നപ്പോഴായിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, വാങ്ങിയ വില തന്നപ്പോഴായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓൾവേസ് ലോസ് എന്ന് പറയുന്ന കണ്ടീഷൻ എപ്പോഴാണ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്? നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ വിറ്റ വിലയാണ്, 2 സാധനങ്ങളുടെ വിറ്റ വിലയാണ് തരുന്നതെങ്കിൽ, ഓക്കെ എന്നിട്ട് നമുക്ക് തന്നു അതിൽ ഒന്ന് വിറ്റതിൻ്റെ പെർസെൻറ്റേജ് 20% പ്രോഫിറ്റും, അടുത്തത് വിറ്റത് പെർസെൻറ്റേജ് 20% ലോസ് ആണെങ്കിൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക പറയുമ്പോൾ അതൊരു ഓൾവേസ് ഒരു ലോസ് പെർസെൻറ്റേജ് ആയിരിക്കും. ആ ട്രാൻസാക്ഷൻ ഓൾവേസ് not a beneficiary transaction, that transaction which causes loss to that holder. ഓക്കെ, ക്ലിയർ ആയി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ള ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാനൊന്നും നിൽക്കേണ്ട. ഒരു ഇക്വേഷൻ ഉണ്ട്, ലോസ് പെർസെൻറ്റേജ് = -x²/100. എക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? വിറ്റ വില തന്നിട്ടുണ്ട് 2 സാധനങ്ങളിലെ. അല്ല, ആദ്യത്തെ വിറ്റത് 1%, രണ്ടാമത്തെ വിറ്റതും സെയിം പെർസെൻറ്റേജിലാണെങ്കിൽ അത് ഓൾവേസ് ഒരു ലോസ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? ആ ലോസിൻ്റെ പെർസെൻറ്റേജ് -x²/100. വേറെ ഒന്നും ആലോചിക്കേണ്ട. x ആ ലോസ് പെർസെൻറ്റേജ് അതിൻ്റെ സ്ക്വയർ /100. ഇവിടെ മൈനസ് പറയാൻ കാരണം അതൊരു ലോസ് പെർസെൻറ്റേജ് ആണ്. ആ വാല്യൂ മൈനസ് വാല്യൂ ആയിരിക്കും. മൈനസ് വാല്യൂ ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ലോസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ വെച്ച് നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതായത് രമേശ് വിറ്റ വിലയാണ് തന്നിരിക്കുന്നത്, വാങ്ങിയ വിലയല്ല. 2 ഹോഴ്സസിനെ 12,000 രൂപ, ഓരോന്നിനും 12,000 രൂപ വെച്ചിട്ടാണ് വിറ്റത്. ഓക്കെ, എങ്ങനെയാണ് വിറ്റത്? ഓരോന്നിനും 12,000 രൂപ വെച്ചിട്ടാണ് വിറ്റത്. ഓക്കെ, ഓരോന്നിനും 12,000 രൂപ വെച്ചിട്ടാണ് വിറ്റത്. ഓക്കെ, അപ്പോൾ 12,000 + 12,000 അതല്ലേ? അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 24,000 വിറ്റു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ആള് വിറ്റത്, ഇയാൾക്ക് ഇത്ര കിട്ടിയത് 24,000 രൂപയാണ്. 2 കൂടി ആഡ് ചെയ്തപ്പോൾ വിറ്റത്. ഓക്കെ, ഇനി അയാളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് കോഡ് പ്രൈസ് തന്നിട്ടില്ലല്ലോ. തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്ന് വിറ്റത് എത്ര പെർസെൻറ്റേജ് ലോസ് പ്രോഫിറ്റിന്? 20%. രണ്ടാമത്തെ ഹോഴ്സിനെ വിറ്റത് -20% ആണെങ്കിൽ നമ്മൾ മറ്റേത് വെച്ചിട്ട് വാങ്ങിയ വില തന്നിരിക്കുന്ന കേസസിലാണെങ്കിൽ ട്രാൻസാക്ഷന് 0 എന്ന് പറഞ്ഞാൽ അല്ലേ? ഇത് വാങ്ങിയ വിലയല്ല തന്നിരിക്കുന്നത്, ഇവിടെ സോൾഡ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. സോ
ഇവിടെ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കണം -x²/100. ഇവിടെ x എന്ന് പറയുന്നത് 20 ആണ്, ഇസിക്കൽ ടു x² ഇസിക്കൽ ടു 400/100 ഇസിക്കൽ ടു 4%. ഇവിടെ മൈനസ് ഇടാൻ പറഞ്ഞത് എന്തിനാണെങ്കിൽ അത് ലോസ് ആണ്. 4% എന്ന് എഴുതിയാൽ നമുക്കത് പ്രോഫിറ്റ് ആയിരിക്കും. -4% ഇസിക്കൽ ടു ലോസ് പെർസെൻറ്റേജ് ഇസിക്കൽ ടു 4%. ക്ലിയർ ആയില്ലേ? എത്രയാണ്? -4% ലോസ് പെർസെൻറ്റേജ് കിട്ടി. ഇനി ഇവർ നമ്മളോട് ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്, എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ? എത്രയാണ് പ്രോഫിറ്റും ലോസും ഈ ട്രാൻസാക്ഷനിലെ പ്രോഫിറ്റ് ഓർ ലോസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞു അതൊരു ലോസ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു അല്ലേ? അപ്പോൾ ലോസ് കണ്ടുപിടിക്കാൻ, പ്രോഫിറ്റ് ആയാലും ലോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോട്ട് പ്രൈസ് ആണ് എന്ത് പറയുന്നത്? ലോസ് ഓർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇനി ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിലോ ഇതിൽ നമുക്ക് ലോസും അല്ലെങ്കിൽ പ്രോഫിറ്റും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കാണാൻ പോവാണ് കേട്ടോ. ഞാൻ പറയാൻ പോവാണ്, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ വെച്ചിട്ട്, നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. 4% എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയില്ല. 4% ഈ കണ്ടുപിടിക്കുന്നല്ലോ. എന്താണത്? ലോസ് പെർസെൻറ്റേജ് 4%. അത് എത്രയാണെന്ന് നമുക്കറിയോ? ഇല്ല. ലാഭശതമാനം എത്രയാണെന്ന് അറിയില്ല. നഷ്ടശതമാനം എത്രയാണെന്ന് അറിയില്ല. നഷ്ടശതമാനം ആയിരിക്കും ഇങ്ങനെ കിട്ടുക എന്ന് മാത്രം അറിയാം അല്ലേ? അത് എത്രയാണെന്ന് കിട്ടി? 4% ഇസിക്കൽ ടു x ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഒന്നുകൂടെ അറിയാലോ. ഒന്നുകൂടെ അറിയാം. എന്താ അറിയാവുന്നത് ഒന്ന് പറഞ്ഞേ. അതായത് ഇയാള് 4%, അതായത് ആള് വിറ്റത് അല്ലേ? വിറ്റത് എത്ര രൂപയ്ക്കാ? 2 ഹോഴ്സും കൂടി വിറ്റത് എത്രയാ? സെല്ലിംഗ് പ്രൈസ് എത്രയാ? 20. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 24,000 ആണ് അല്ലേ? ഈ 24,000 എന്ന് പറയുന്നത് 4% ലോസ് ആണ് എന്ന് പറയുമ്പോൾ ഇത് എത്രയാണ്? 100% -4 അല്ലേ? അതായത് അയാൾ വിറ്റത് 24,000 രൂപയ്ക്കാണ് അല്ലേ? അത് 24,000 രൂപയ്ക്ക് വിറ്റു. ആ വിറ്റ ട്രാൻസാക്ഷൻ ലാസ്റ്റ് നോക്കുമ്പോൾ ആ ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? അയാൾ വിറ്റ 24,000% എന്ന് പറയുന്നത് 4% ലോസിനാണ് വിറ്റത്. ഓക്കെ, അപ്പം 4% ലോസ് എത്രയാണെന്ന് അറിയില്ല. ഈ 4% ലോസ് എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് എന്താ അറിയാവുന്നത്? അയാൾ വിറ്റത് 96%. അത് എത്ര പെർസെൻറ്റേജ് ലോസിനാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ -x²/100 ഉപയോഗിച്ചിട്ട് 96% ആണ് അല്ലേ? അതായത് 4% ലോസ് എന്ന് പറഞ്ഞാൽ 100%-ന് 4% കുറച്ചാൽ 96%-നാണ് അയാൾ വിറ്റത്. 96% എന്ന് പറയുന്നത് അയാളെ വിറ്റ വില എത്രയാണ്? രണ്ടിൻ്റെയും കൂടിയിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 12 എത്രയാണ്? 24,000. അപ്പോൾ ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോളൂ. ക്ലിയർ ആയില്ലേ? എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ മെത്തേഡ് ഓൾറെഡി ചെയ്തതാ. 96% ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എത്രയാ? 96% ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 4% ഇൻറ്റു 24,000. ഓക്കെ, അപ്പോൾ ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 4% എത്രയാണെന്ന് അല്ലേ? ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 24,000 ഡിവൈഡഡ് ബൈ 96. 96ൽ 4 എത്ര വെച്ച് പോവും? 4 2 8 16ൽ 4 സോറി കേട്ടോ, 4 2 8. അപ്പോൾ ഇവിടെ എത്ര എഴുതേണ്ടത്? നമ്മൾ എഴുതേണ്ടത് 4 ആണ്. 4 വെട്ടിക്കളഞ്ഞു. 4 2 റിമൈനിങ് 1. 16ൽ 4 24. ഇനി ഇവിടെ ഒരു 24 ഉണ്ടല്ലോ. ഈ 24ഉം ഈ 24ഉം വെട്ടിക്കളഞ്ഞു. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? എക്സ് എന്ന് പറയുന്നത് 1000 ആണോ? അല്ല, 10,000 ആണെന്ന് കിട്ടി. അപ്പോൾ 4% എന്ന് പറയുന്നത് 10,000 ആണോ? 24,000 ഇൻറ്റു 4/1000
24,000 അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 1000, ഇവിടെ ഒരു 0 ഇല്ല, ഒരു 0 കുറച്ചു. എത്രയാണ് 1, ഇവിടെ എത്രയാണ് ഇവിടെ എത്രയാണ് 1000. അപ്പോൾ എത്രയാണ് 4% എന്ന് പറയുമ്പോൾ 4% ഈസ് ഈക്വൽ ടു 1000 ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളൂ? എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? 4% കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ. 4% അല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്? 4% എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ലോസ് പെർസെൻറ്റേജ്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് ശരിയാണോ എന്ന് നോക്കാം. അതായത് നമ്മൾ വിറ്റ വില ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, ലോസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണോ നോക്കാം കേട്ടോ. ലോസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോഡ് പ്രൈസ് മൈനസ് ചെയ്യുന്നതാണ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയ്ക്കാണ് ആൾ കൊടുത്തത്? 24,000. ഈ 24,000 നിന്ന് 100% കണ്ടുപിടിക്കുക അല്ലേ. 100% എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 100% നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ 24,000 എന്ന് പറയുന്നത് 96% ആണ്. അതിൻ്റെ കൂടെ എത്ര പെർസെൻറ്റേജ് കൂടണം? 4%. അപ്പോൾ 4% എന്ന് പറയുന്നത് എത്രയാണ്? 1000 അപ്പോൾ എത്രയാണ്? 25,000 കിട്ടി. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? 4% 25,000 നിന്ന് SP എത്രയാണ്? SP 25,000 നിന്ന് വാങ്ങിയ വില 25,000 ആണ്. 25,000 അല്ല, ആളെ എത്ര രൂപയ്ക്ക് മേടിച്ചത്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 100% എന്ന് പറയുന്നത് 25,000 ആണ്. 24,000 നിന്ന് എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 24,000 നിന്ന് എത്ര കോഡ് പ്രൈസ്? 25,000 കുറച്ചാൽ എത്ര കിട്ടുക? -100. -100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലോസ് ആണ് അല്ലേ. ഈ ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? 4%. കറക്റ്റ് അല്ലേ? എല്ലാം ടാലി ആയല്ലോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് സോൾഡ് കേസസിൽ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, 2 ട്രാൻസാക്ഷൻ്റെ കാണാനായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് തന്നാൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ശ്രദ്ധിക്കേണ്ടത്? രമേഷ് സോൾഡ് 2 horses for. തെറ്റില്ലല്ലോ, തെറ്റേണ്ട ആവശ്യമില്ല. എന്താണ് ആദ്യം നമ്മൾ രണ്ടും കൂടിയിട്ട് 24,000 ആൾ വിറ്റത്. ആദ്യത്തെ വിറ്റത് H1 20% ലാഭത്തിനും നഷ്ടത്തിലാവുമ്പോൾ നമുക്ക് ലാഭശതമാനം കണ്ടുപിടിക്കാം. എത്രയാണ്? -4% ആണെന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഇൻ ദ ട്രാൻസാക്ഷൻ ഈസ് ഈക്വൽ ടു 4%. അപ്പോൾ ഇത്രയേ കാണണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയേ കാണണ്ടോ? ഇനി നമ്മൾക്ക് എന്താണ് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ അത്രയും കാണാം. ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ അത്രയും കാണാം. പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണ് കാണുമെന്ന് പറയണമെങ്കിൽ അതും നമ്മൾ കണ്ടിരിക്കണം അല്ലേ. എങ്ങനെയാണ് കാണാം? പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെയാണ് കാണാം? അതിന് വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. 4% ഈസ് ഈക്വൽ ടു X ആണെങ്കിൽ 96% ഇതാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? X കിട്ടും. X എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്? 4% ആണ്, 4% അപ്പോൾ 4% അല്ലേ. അപ്പോൾ അതിൻ്റെ വാങ്ങിയ വില എങ്ങനെ കണ്ടുപിടിക്കും? 96% കൂടി 4% കൂട്ടിയാലാണ് വാങ്ങിയ വില. അപ്പോൾ 96% 24,000 ആണ്. അതിൻ്റെ കൂടെ 1000 കൂടി 1000 കൂട്ടിയാൽ 25,000. അപ്പോൾ 1000 അതാണ് 1000. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയാണ് 1000 എന്ന് പറയുന്നത് 4%. 4%ൻ്റെ കൂടെ 96% ആയിട്ടുള്ള വിറ്റ വില 24,000 കൂട്ടിയാൽ നമുക്ക് കോഡ് പ്രൈസും കിട്ടും. അപ്പോൾ ഏതാണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി 1 more questions, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതിവിടെ എങ്ങനെ തന്നെയാണ്? രമേഷ് സോൾഡ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 bucks for 12,000 ഈച്ച്. 20% ലാഭത്തിനും
അടുത്തത് 20% നഷ്ടത്തിലായിരിക്കും. സെക്കൻഡ് കേസസ് പറഞ്ഞു അല്ലേ. വിറ്റതിൽ 2 ഡിഫറൻറ്റ് വന്നാൽ എന്ത് സംഭവിക്കും, വാങ്ങിയതിൽ 2 ഡിഫറൻറ്റ് വന്നാൽ എന്ത് സംഭവിക്കുന്നു നമ്മൾ കണ്ടു അല്ലേ. വാങ്ങിയതിൽ രണ്ടും ഒരുപോലെ വന്നാൽ എന്താ സംഭവിക്കുക, വാങ്ങിയതിൽ 2 ഒരുപോലെ വന്നാൽ പെർസെൻറ്റേജുകൾ അത് ട്രാൻസാക്ഷൻ ഇല്ലായിരിക്കും, പ്രോഫിറ്റ് ലോസ് ഉണ്ടായിരിക്കില്ല. വാങ്ങിയതിൽ 2 ഡിഫറൻറ്റ് വന്നാൽ ആ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അല്ലേ. വാങ്ങിയതിൽ 2 ഡിഫറൻറ്റ് വന്നാൽ ഇനി വിറ്റത് തന്നു, ഇനി വിറ്റതിൻ്റെ 2% ഡിഫറൻ്റ് ആണെങ്കിൽ അത് എല്ലായ്പ്പോഴും ആ ട്രാൻസാക്ഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, രമേഷ് ഓക്കെ. ഇപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ആണെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ച് കാണാം. എങ്ങനെ കാണാം, -x²/100. ഇനി ആ -4% കണ്ടുപിടിച്ചു. ഇനി ഇതിൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ വഴി കാണാം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ കോഡ് പ്രൈസ് ഓഫ് ദി 2 ഹോഴ്സസ് കാണുന്നെങ്കിൽ എന്ത് കാണണം നമ്മൾ, അതിനാണ് നമ്മൾ ഈ സെക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ചത്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആ ഇക്വേഷൻ മാത്രം ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കോഡ് പ്രൈസ് കാണാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കോഡ് പ്രൈസ് കാണണമെങ്കിൽ നമുക്ക് എന്ത് കാണണം, 4% ആണ് എക്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ, 96% ആണ് 24. നമുക്ക് എന്ത് കാണണം, കോഡ് പ്രൈസ് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതായത് നമ്മൾ വിറ്റിരിക്കുന്നത് 24,000 അത് 26 ആണെന്ന് മനസ്സിലായല്ലോ. ആ 26%-ൻ്റെ കൂടെ ഒരു 4% കൂടിയും കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഈ 4% നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അത് കണ്ടുപിടിച്ചാൽ ഈ 24ൻ്റെ കൂടെ കൂട്ടിയ പോലെ. അപ്പോൾ 4% = എക്സ്. കിട്ടാത്തത് അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുക. 26 തന്നത് എത്രയാണ്, നമുക്ക് 100% 14,000 നമ്മൾ കോഡ് പ്രൈസ് കണ്ടുപിടിക്കാറുണ്ട്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസാണ്. സെല്ലിംഗ് പ്രൈസ് എത്രയാ, 96% = 24. ഇതിൽ 3 വാല്യൂസ് ആർ നോൺ, 1 വാല്യൂ ഇസ് അൺനോൺ. ഏതാണ് അൺനോൺ വാല്യൂ, 4% എത്രയാണെന്ന് നമ്മൾ എക്സ് കൊടുത്തത് അല്ലേ. അപ്പോൾ 96 × x = 4 × 24,000. x = 4 × 24,000/. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി, 4% കിട്ടി. അപ്പോൾ കോഡ് പ്രൈസ് എന്താണ്, വാങ്ങിയ വില എന്താണ്, 96% പ്ലസ് 4% അല്ലേ. അപ്പോൾ 96% 24,000 ആണ്. 24,000ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി, ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. 4% എത്രയാണെന്ന് നമുക്ക് കിട്ടി, 4% = 1. അപ്പോൾ കോഡ് പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ കോഡ് പ്രൈസ് = 96% ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് പ്ലസ് 4% ആണ് സെല്ലിംഗ് പ്രൈസ് അല്ലേ. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 24,000 പ്ലസ് 4% എത്രയാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു. 4% = 1,000. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലാണ് അല്ല. എങ്ങനെയാണ്, 4% = x നമുക്ക് കിട്ടില്ല, അത്രയാണെന്ന് അറിയില്ല. ആ നഷ്ടം സംഭവിച്ച പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ ഉണ്ട്, 96%. എത്രയാണ് വിറ്റ വില അല്ലേ, 24,000. അപ്പോൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എക്സ് വാല്യൂ 4% കണ്ടുപിടിച്ചു. 4% എന്ന് പറയുന്നത് എന്താണ്, നഷ്ടമാണ്. ആ നഷ്ടം 100%-ൽ നിന്ന് കുറച്ചാൽ 96% കിട്ടും. അങ്ങനെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് കോഡ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, വിറ്റ വില അല്ലേ. വിറ്റത് എങ്ങനെയാണ്, നഷ്ടത്തിനല്ലായിരുന്നേ. അപ്പോൾ നഷ്ടത്തിനാവുമ്പോൾ വിറ്റ് വിലേൻ്റെ കൂടെ എന്ത് കൂട്ടുക, 1000 കൂട്ടുക. അപ്പോൾ കൂടുമ്പോൾ 25,000 കിട്ടും. അതാണ് ആ 2 ഹോഴ്സുകളെ ട്രാൻസാക്ഷനിൽ 2 ഹോഴ്സുകളെ വാങ്ങിയ വില. ക്ലിയർ ആയല്ലോ. രമേഷ് സോൾഡ് 2 books for 12,000 each. രമേഷ് 2 ബുക്ക് വിറ്റു, ഓരോന്നിനും 12,000 രൂപ വെച്ചിട്ട്. ബിക്കാണ് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. പ്രീവിയസ് കേസസ് പോലെ രമേഷ് ബുക്ക് വാങ്ങുകയല്ല ചെയ്തിരിക്കുന്നത്, വിക്കാണ്. അതിൽ ആദ്യത്തെ ബുക്ക് അദ്ദേഹം വിറ്റത് 12% പ്രോഫിറ്റിന് എന്ന് പറയുമ്പോൾ
120%-നാണ് വിറ്റത്. രണ്ടാമത്തെ ബുക്ക് അദ്ദേഹം വിറ്റത് 4% ലോസ് പറയുമ്പോൾ വാങ്ങിയവിലയെക്കാട്ടും നഷ്ടത്തിലാണ് വിറ്റിരിക്കുന്നത് എങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ ദ ട്രാൻസാക്ഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് കേസസിൽ വിക്ക് എന്നെ ചെയ്തത് വിറ്റത് എന്താണ്, ഓരോ ബുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഓരോ ബുക്കിനും 10,000 വെച്ചിട്ട് ഒരാൾ വിറ്റു. ഇതൊരു ടേബിളാണെന്ന് വിചാരിക്കുക, രണ്ടിനും 10,000 രൂപ വെച്ചിട്ട് അയാൾ വിറ്റു. ആദ്യത്തേത് വിറ്റത് ഫസ്റ്റ് ടേബിളിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ആൾ വിറ്റത് 10% പ്രോഫിറ്റിനായിരുന്നു, പ്ലസ് ആയിരുന്നു. സെക്കൻഡ് ടേബിൾ അദ്ദേഹം വിറ്റത് 10% ലോസിനുമായിരുന്നു എങ്കിൽ ആ ട്രാൻസാക്ഷൻ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ലോസ് ആയിരിക്കും. ആ ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു x²/100. ഇത് പ്രീവിയസ് കേസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ഇതല്ല. ഓക്കെ, ഇനി നമ്മൾക്ക് പറയാനുള്ളത് ഈ ഒരു കേസിൽ എങ്ങനെയാണ്. ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്താണ്? വിറ്റത് തന്നെയാണ് ഇവിടെ വിറ്റത്. ഒരു 2 ബുക്കുകളാണ് വിറ്റിരിക്കുന്നത്, ബുക്ക് 1, ബുക്ക് 2. ഓരോ ബുക്കിനും വലിയ വിലയുള്ള ബുക്കാണ്, 12,000 വീതമായിരുന്നു ഓരോ ബുക്കിനും. ഇനി ആദ്യത്തെ ബുക്ക് വിറ്റതിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരുന്നു, 20%, പ്ലസ് ആയിരുന്നു 20% ബുക്ക്. രണ്ടാമത്തെ ബുക്ക് വിറ്റത് നെഗറ്റീവ് ആയിരുന്നു, നഷ്ടത്തിനായിരുന്നു 4%. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ വാങ്ങിയ വില കുറവും ഇതിൻ്റെ വാങ്ങിയ വില കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും എങ്കിൽ ഈ ഫൈനൽ ട്രാൻസാക്ഷൻ്റെ റിസൾട്ട് പോസിറ്റീവ് വാല്യൂ ആയിരിക്കുമോ, പ്രോഫിറ്റ് ആയിരിക്കുമോ, അതോ നെഗറ്റീവ് വാല്യൂ ആയിരിക്കുമോ, ലോസ് ആയിരിക്കുമോ, എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് നമുക്കിന്ന് ഈ ക്വസ്റ്റ്യനിൽ കാണേണ്ടത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കേണ്ടത് ആദ്യം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എന്താണെന്ന് എഴുതാം. തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ബുക്സ് ആണ് അല്ലേ. സെല്ലിംഗ് പ്രൈസ് ഓഫ് ബുക്ക് 1, ബുക്ക് 2. ബുക്ക് 1ൻ്റെ സെല്ലിംഗ് പ്രൈസ് 12,000 ആൻഡ് ബുക്ക് 2ൻ്റെ 12,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 24,000. ഇത്രയും നമുക്ക് അറിഞ്ഞിരിക്കാവുന്നതാണ്. അപ്പം നമ്മൾ അറിയാവുന്ന വാല്യൂസ് ഇവിടെ എഴുതാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഏതാണ് ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത്? ബുക്ക് 1ൻ്റെ കാര്യമാണ്. ഓക്കെ, ഇവിടെ ബുക്ക് 2ൻ്റെ കാര്യമാണ്. ഓൾറെഡി എഴുതിയിട്ടുണ്ട് അതെ അല്ലേ. ഫസ്റ്റ് ബുക്ക് വിറ്റത് സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? സെല്ലിംഗ് പ്രൈസ് ആണ് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12,000 ആയിരുന്നു. അതെന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് എങ്ങനെയായിരുന്നു? 20% ലാഭത്തിലായിരുന്നു. 120% is equal to 12,000. അപ്പോൾ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം? വാങ്ങിയ വില എല്ലായ്പ്പോഴും 100% ആയിരിക്കും. ഫസ്റ്റ് ക്ലാസ് തൊട്ട് പറയുന്നതാണ്, വാങ്ങിയ വില 100% ആയിരിക്കും. അത് നമ്മൾ എക്സായിട്ട് എടുക്കണം, നമുക്ക് അറിയില്ല. വാങ്ങിയ വില is equal to x is equal to CP. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ അറിയാത്ത ആളാണ് വാങ്ങിയ വില. അത് എത്രയാണ്? 100% ആയിരിക്കും. ഓൾവേസ് is equal to x ആയിട്ട് എടുത്തു. ഇവിടെ എത്രയാണ് പെർസെൻറ്റേജ്? 120% അല്ല. ഇവിടെ നമ്മൾ എത്രയാണ്? അയാൾ 4% നഷ്ടത്തിനാണ്. 4 എന്ന് പറയുമ്പോൾ 94, 100ൽ നിന്ന് 4 കുറച്ചതായിരുന്നു അയാളുടെ വിറ്റ് വില. അപ്പോൾ 94% is equal to നഷ്ടമാണ് അല്ലേ. ഇപ്പം നഷ്ടത്തിലായിരിക്കും എന്ന് പറയുമ്പോൾ, ഇവിടെ ലാഭത്തിലാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോഡ് പ്രൈസ് കിട്ടുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ കോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഓൾവേസ് ഈ 12,000-ലും കൂടുതലായിരിക്കും. ലാഭമല്ലേ, മേടിച്ചതിലും കൂടുതൽ കിട്ടി. ഇവിടെ 12,000 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, അത് നഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ കോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഓൾവേസ് ഇതിലും കൂടുതലായിരിക്കും. അത്രയും നമുക്കറിയാമല്ലോ ലോജിക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി 94% is equal to നഷ്ടത്തിലല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും എഴുതി 100% ആരാണ്? 100% is equal to നമ്മുടെ എക്സ് ഓർ കോഡ് പ്രൈസ് അല്ലേ. അപ്പം നമ്മളിനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ. ഓക്കെ, 120 into x is equal to 12,000 into 100. ഇവിടെ 94 into x is equal to 12,000 into 100. ഓക്കെ, സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇത് സോൾവ് ചെയ്യാം. x is equal to 12,000 into 100 divided by 120. സീറോസ് ആർ ക്യാൻസൽ. ഇവിടെ 1
ഓക്കെ, ആൻസർ ഈസ് 1000 ഇൻറ്റു 10, 10,000. ക്ലിയർ അല്ലേ? അതായത് എക്സ് ഓർ കോഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10,000 ആണ്. ഓക്കെ, അപ്പോൾ 10,000 എന്ന് പറയുന്നത് വാങ്ങിയ വില, വിറ്റ വില എത്രയാണ്? 12,000 ആണ്. അപ്പോൾ വാങ്ങിയ വിലക്കാട്ടും കൂടുതലാണ് SP വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? ഇതൊരു പ്രോഫിറ്റ് ആയിരിക്കും ഈ ട്രാൻസാക്ഷൻ. ഈ ബുക്ക് മേടിച്ചുകൊണ്ട് അയാൾക്ക് നഷ്ടമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പോവാണ്. ഇവിടെ 94 അല്ല, 4% പ്രോഫിറ്റ് ലോസിലാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ 100ൽ നിന്ന് 4 പോകുമ്പോൾ 96 ആണ് കേട്ടോ. അപ്പോൾ എക്സ് is equal to 12,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 96. 48, 50, 24, 25 പോവില്ല ഇവിടെ. ഓക്കെ, 12,000. ഓക്കെ, വൺസ് മോർ ദർ ഇസ് എ മിസ്റ്റേക്ക്. എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റി. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 96 ഇൻറ്റു എക്സ് is equal to 12,000 ഇൻറ്റു 100. ഓക്കെ, എക്സ് is equal to 12,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 96. 48 ഇവിടെ 150 ആയിരിക്കും. 48, 24 ഇവിടെ 25 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയറായി. ഇനി ഇവിടെ 12 എത്ര പ്രാവശ്യം പോവും? 2 അല്ലേ? ഇവിടെ ബാക്കി എത്രയുണ്ട്? ഇവിടെ എത്ര 1000 ഉണ്ട്. ഈ 2,000 എത്ര? 500 അല്ലേ? അപ്പോൾ 500 ഇൻറ്റു 25, 25 ഇൻറ്റു 5 എത്രയാ? 125, 00. അപ്പോൾ എന്താ, നിങ്ങൾക്ക് അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഇതാണ് നമ്മുടെ CP അല്ലേ? വാങ്ങിയ വില 12,000-നേക്കാളും കൂടുതലാണ്. 12,000-നേക്കാളും വാങ്ങിയ വില 12,000-നായിട്ടും കൂടുതലാണ്. കറക്റ്റാണ് പറഞ്ഞത് അല്ലേ? വിറ്റ വില കുറവാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്, പറഞ്ഞതുപോലെയൊക്കെ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ CPയുടെ ടോട്ടൽ വാങ്ങിയ വിലയുടെ തുക സമ്മ് കാണാം അല്ലേ? എത്രയാ? 12,000. 2 ബുക്കും വാങ്ങിയ വില എത്രയായിരിക്കും? 24,000 ആയിരുന്നു രണ്ടും വിറ്റ വില. ഇവിടെ നോക്കാം, 12,500 ഈക്വൽ ടു 005 for 24,000 and ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റില്ല. എന്തായിരുന്നു? വാങ്ങിയ വില നമുക്ക് കാണേണ്ടത് അല്ലേ? ഫസ്റ്റത്തെ എൻ്റെ വാങ്ങിയ വില ഏതാ? വാങ്ങിയ വില ഇതെല്ലാം നമുക്ക് കാണേണ്ടത്, ഇതെല്ലാം നമുക്ക് എടുക്കേണ്ടത് ഏതെടുക്കേണ്ടത്? 10,000. തെറ്റരുത് കേട്ടോ. അപ്പോൾ 10,000 ഫസ്റ്റ് ബുക്കിൻ്റെ വാങ്ങിയ വില ലാഭമാണല്ലോ. 10,000 പ്ലസ് ഇവിടെ നഷ്ടമല്ലേ സംഭവിച്ചത്. അപ്പോൾ എത്രയാ? ഇതൊക്കെ മാറ്റി കളയാം. എത്രയാണ്? 12,500 is equal to total 22,500. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി എത്രയാണ് സെല്ലിംഗ് പ്രൈസ് is equal to നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. 12,000 പ്ലസ് 12,000 is equal to 24,000. ഇനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ഓൾവേസ് സെല്ലിംഗ് പ്രൈസ് കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? ആൻസർ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ ബിഗിനിങ്ങിൽ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടി. എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ? 24,000 ഡിവൈഡഡ് മൈനസ് 22,500 is equal to ഇത്രയാണ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ആൻസർ കിട്ടി. എന്താണ്? ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതിൽ വിറ്റ വില തന്നിട്ടുണ്ട്. രണ്ട് സാധനങ്ങൾ വിറ്റ വില നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ
തിങ്സ് വിറ്റതിൻ്റെ പേഴ്സൻറ്റേജ് 10% ആണെങ്കിൽ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ വസ്തു വിറ്റതിൻ്റെ പേഴ്സൻറ്റേജ് എക്സ് എന്ന് പറയുന്നത് 5%, അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഡിഫറെൻ്റ് 5 അല്ലേ, എക്സ് ആൻഡ് വൈ ആയാൽ, അതായത് തന്നിരിക്കുന്ന പേഴ്സൻറ്റേജുകൾ ഡിഫറെൻ്റ് ആയാൽ ആ ട്രാൻസാക്ഷൻ വിറ്റ വില തന്നിരിക്കുമ്പോൾ രണ്ട് ഡിഫറെൻ്റ് സെല്ലിംഗ് പേഴ്സൻറ്റേജുകൾ തന്നിരിക്കുന്നു. ആ രണ്ട് ഡിഫറെൻറ്റ് പേഴ്സൻറ്റേജുകൾ ആയാൽ, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൻറ്റേജുകൾ സെല്ലിംഗ് പേഴ്സൻറ്റേജുകൾ ആയാൽ ആ ട്രാൻസാക്ഷൻ എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും എന്ന് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആയില്ലേ? ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4 കണ്ടീഷൻസ് പറഞ്ഞു. ഓക്കെ, വാങ്ങിയ വില തന്നിരിക്കുന്ന സമയത്ത്, വാങ്ങിയ വിലയാണ് തന്നിരിക്കുന്നത്, 2 സാധനങ്ങളുടെ 2 തിങ്സിൻ്റെ വാങ്ങിയ വില തന്നിരിക്കുന്നു. അതിൽ ഫസ്റ്റ് വസ്തുവിൻ്റെ എന്താണ് വാങ്ങിയ പേഴ്സൻറ്റേജ്, കോഡ് പേഴ്സൻറ്റേജ് ഈസ് 10%. ഓക്കെ, ആൻഡ് ആദ്യത്തെ വസ്തുവിൻ്റെ സെല്ലിംഗ് പേഴ്സൻറ്റേജ് 10%, രണ്ടാമത്തെ വസ്തുവിൻ്റെ സെല്ലിംഗ് പേഴ്സൻറ്റേജ് പ്രോഫിറ്റും 10% പ്രോഫിറ്റും, രണ്ടാമത്തെ വസ്തുവിൻ്റെ സെല്ലിംഗ് പേഴ്സൻറ്റേജ് 10% നഷ്ടം, അതായത് ലോസുമായാൽ ആ ട്രാൻസാക്ഷൻ, ഫസ്റ്റ് കണ്ടീഷനാണ് കേട്ടോ, ആ ട്രാൻസാക്ഷൻ ദർ ഈസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. ക്ലിയർ? ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ്, വാങ്ങിയ വില തന്നിരിക്കുന്നു, 2 സാധനങ്ങളുടെ അതിൻ്റെ സെല്ലിംഗ് പ്രൈസിൽ ഫസ്റ്റ് വസ്തുവിൻ്റെ സെല്ലിംഗ് പ്രൈസ് 10%, സെക്കൻഡ് വസ്തുവിൻ്റെ സെല്ലിംഗ് പേഴ്സൻറ്റേജ് 5% ആയാൽ ആ ട്രാൻസാക്ഷൻ എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പ്രോഫിറ്റ് ഈസ് we get profit. Okay, there is no loss in this transaction. ഇവിടെ എന്താ സംഭവിക്കുക, ഇങ്ങനെ 2 ഡിഫറെൻറ്റ് വാല്യൂസ് വന്നാൽ ആ ട്രാൻസാക്ഷനിൽ അയാൾക്ക് കിട്ടുക എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറയാൻ പോകുന്നത്, കണ്ടീഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. തന്നിരിക്കുന്നത് വിറ്റ വിലയാണ്, 2 വസ്തുക്കളുടെ 2 തിങ്സ് അതിൻ്റെ വിറ്റ വില തന്നിരിക്കുന്നു. ഒന്നാമത്തെ വസ്തു വിറ്റ പേഴ്സൻറ്റേജ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ വിറ്റ വിലയും തന്നിരിക്കുന്നത് വിറ്റ പേഴ്സൻറ്റേജ് 10%, രണ്ടാമത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തിങ്സിൻ്റെ പേഴ്സൻറ്റേജ് സെല്ലിംഗ് പേഴ്സൻറ്റേജ് -10% ആയാൽ, പ്രോഫിറ്റും ലോസുമായാൽ ആ ട്രാൻസാക്ഷൻ എന്തായിരിക്കും, ഓൾവേസ് നെഗറ്റീവ് ഓർ ലോസ് ആയിരിക്കും. ആ ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു -x² ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് ആ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫോർത്ത് കണ്ടീഷൻ, വിറ്റ വില തന്നിട്ടുണ്ട്, 2 സാധനങ്ങളുടെയാണ്. ഒന്നാമത്തെ വിറ്റ വിലയുടെ ഫസ്റ്റ് തിങ്സിൻ്റെ സെല്ലിംഗ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 10% അല്ലെങ്കിൽ എക്സുമാണ്. സെക്കൻഡിൻ്റെ സെല്ലിംഗ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 5% അല്ലെങ്കിൽ വൈയുമാണെങ്കിൽ, രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഈസ് പ്രോഫിറ്റ്, വി ഗെറ്റ്. അങ്ങനെയുള്ള ട്രാൻസാക്ഷനിലും നമുക്ക് കിട്ടുക പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലോസ് സംഭവിക്കുന്നത് ഒരു കണ്ടീഷനിൽ മാത്രമാണ് ലോസ് കണ്ടുപിടിക്കുന്നത്, ലാസ്റ്റ് കണ്ടീഷനിൽ. വിറ്റ വില തന്നിട്ട് രണ്ടിൻ്റെയും പേഴ്സൻറ്റേജുകൾ ഡിഫറെൻ്റ് ആയാൽ, വിറ്റ വില തന്നിട്ട് ലോസ് അല്ല, പ്രോഫിറ്റ് സംഭവിക്കും. ലോസ് സംഭവിക്കുന്നത് ഒരു കണ്ടീഷനിൽ മാത്രമാണ്, വിറ്റ വില തന്നിട്ട് 2 സാധനങ്ങളുടെ പേഴ്സൻറ്റേജുകൾ തന്നാൽ ആ പേഴ്സൻറ്റേജുകൾ രണ്ടും ഈക്വലാണ് അല്ലേ. ഒന്ന് പ്രോഫിറ്റും ഒന്ന് ലോസും ആണെങ്കിൽ അത് ആ ട്രാൻസാക്ഷൻ അയാൾക്ക് ലോസാണ് തരുക. ഓക്കെ, അപ്പോൾ എന്താണ്, എപ്പോൾ മാത്രമാണ് ലോസ് ഉണ്ടാവുകയുള്ളൂ, എപ്പോൾ മാത്രമാണ് ലോസ് ഉണ്ടായിരിക്കുള്ളൂ, വിറ്റ വില തന്നിരിക്കുന്നു,
2 സാധനങ്ങൾ വിറ്റുവില തന്നിരിക്കുന്നു. ഒന്നാമത്തെ സാധനത്തിൻ്റെ സെല്ലിംഗ് പെർസെൻറ്റേജ് ഈസ് പോസിറ്റീവ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് സെയിം 10ഉം. രണ്ടാമത്തെ സാധനത്തിൻ്റെ നെഗറ്റീവ് അല്ലേ, ലോസ് പെർസെൻറ്റേജ് ആണ്, ലോസും ആണ്. ആ ലോസ് ആയിരിക്കുമ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സെയിം വാല്യൂ എന്ന് പറയുമ്പോൾ 10ഉം 10ഉം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ കൊണ്ട് കിട്ടുന്നത് എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ആ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് -x²/100. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി വാങ്ങിയ വില തന്നിട്ട് രണ്ട് വസ്തുക്കളെയും സെല്ലിംഗ് പെർസെൻറ്റേജ് ഈക്വൽ ആണെങ്കിൽ, ഒന്ന് പ്രോഫിറ്റും ഒന്ന് ലോസും, അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും ആ ട്രാൻസാക്ഷനിൽ? നോ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നു. ആദ്യത്തെ വസ്തുവിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 10ഉം രണ്ടാമത്തെ വസ്തുവിൻ്റെ പെർസെൻറ്റേജ് 5ഉം ആയാൽ അത് നഷ്ടമാണ്. അത് 5ഉം ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ പോസിറ്റീവുമായിരിക്കും. ഓക്കെ, ഇനി വിറ്റ വില തന്നിരിക്കുന്നു 2 വസ്തുക്കൾ. അതിൽ ഒന്നിൻ്റെ വിറ്റ വില എന്ന് പറയുന്നത് 10%, അത് പ്രോഫിറ്റാണ്. രണ്ടാമത്തേൻ്റെ വിറ്റ വില എന്ന് പറയുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് 10% തന്നെ, അത് പക്ഷേ നഷ്ടമാണ്. ഇങ്ങനെ 2 പെർസെൻറ്റേജുകളും ഓപ്പോസിറ്റ് വന്നാൽ ആ ട്രാൻസാക്ഷനിൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഓപ്പോസിറ്റ് സിമ്പിൾ, സെയിം നമ്പർ. ഓക്കെ, അതായത് 2 ട്രാൻസാക്ഷൻ്റെയും പെർസെൻറ്റേജ് ഈക്വൽ ആയാൽ, സിമ്പിൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ലാഭവും കിട്ടി ഒന്നിൽ നഷ്ടവും കിട്ടിയാൽ ആ ട്രാൻസാക്ഷനിൽ 2 പെർസെൻറ്റേജും സിമിലറാണ്. സിമ്പിൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നിന് പ്രോഫിറ്റും കിട്ടി ഒന്നിന് ലോസും കിട്ടി. പക്ഷേ ഈക്വൽ പെർസെൻറ്റേജ് 10% നഷ്ടം 110, 10% ലാഭം 110, 10% നഷ്ടം 90. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ ലാസ്റ്റ് കിട്ടുന്ന ആ ട്രാൻസാക്ഷൻ എമൗണ്ട്, ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ എമൗണ്ട്, അത് ലോസ് ആയിരിക്കും. അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ, ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ -x²/100. ഓക്കെ, വിറ്റ് വില തന്നു 2 സാധനങ്ങളുടെ. ആദ്യത്തേതിൻ്റെ സെല്ലിംഗ് പെർസെൻറ്റേജ് 10%, അത് പ്രോഫിറ്റ് ആയിരിക്കും. രണ്ടാമത്തേതിൻ്റെ സെല്ലിംഗ് പെർസെൻറ്റേജ് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. ആ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5, അതായത് രണ്ടും ഡിഫറെൻ്റ് ആയാൽ, അങ്ങനെ വന്നാൽ ആ ട്രാൻസാക്ഷനിൽ നമുക്ക് ഓൾവേസ് പ്രോഫിറ്റ് ആയിരിക്കും ലഭിക്കുക. ക്ലിയർ ആയല്ലോ? ഇതെല്ലാമാണ് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വരുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ തെറ്റാതെ ചെയ്യുക, കണ്ടീഷൻസ് ഓർമ്മ വയ്ക്കുക, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നിട്ട് കുറച്ചും കൂടി ലെവൽ കൂട്ടിയിട്ടുള്ളതാണ്. അതോടുകൂടി നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 1, 2, 3 പാർട്സുകൾ നന്നായി പഠിക്കുക. പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരാം. ഓക്കെ, നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വരാം. ഓക്കെ, ഇനി നമ്മൾ ആ ക്ലാസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടണമെങ്കിൽ, ഈ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.